സാധാരണ നിലയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താറുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കെതിരെ നമ്മൾ വലിയ രീതിയിൽ സംസാരിക്കാറുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത്തരമൊരു പ്രതിരോധം വേണമെങ്കിൽ കോൺഗ്രസിന് തീർക്കാൻ വേണ്ടി സാധിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പല പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ഉൾപ്പെടെ ജാമ്യം നൽകിയതാണ്. അങ്ങനെ ഒരു നിയമപരമായ നടപടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നതിന് മുൻപ് തന്നെ പാതിരാത്രിയിൽ അല്ലെങ്കിൽ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വേണമെങ്കിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോഴും രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു സീരിയൽ കില്ലർ നമ്മളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് സെബാസ്റ്റ്യൻ്റെ കേസ്. അതിനകത്ത് വീട്ടുകാരുമായി അകന്ന് കഴിയുകയായിരുന്ന സ്ത്രീകളുമായി അടുപ്പം സ്ഥാപിച്ചവരെ കൊന്നു കുഴിഞ്ഞുകൂടുന്ന ഒരു രീതിയാണ് സെബാസ്റ്റ്യൻ ഒരു സീരിയൽ ഓഫ് കില്ലിങ്ങിൽ നടത്തിയത്. അതിന് സമാനമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി നൽകുന്ന സ്ത്രീകളെല്ലാം ഒരേ സ്വഭാവത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് പെരുമാറിയിരിക്കുന്നത്. അവരെല്ലാം ഏകദേശം ഒരേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉന്നയിക്കുന്ന ആരോപണവും ഏകദേശം ഒരേ സ്വഭാവമുള്ളതാണ്. എന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിയുടെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ഇത് പ്രതിസന്ധിയിലാക്കും, ബുദ്ധിമുട്ടിലാക്കും. ഒപ്പം തന്നെ സർക്കാരിന് ആശ്വസിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ പ്രമുഖനായ യുവനേതാവിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായിട്ട് തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരാതിയിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടോ എന്നുള്ളത്. രണ്ട്, നമ്മൾ ഇന്നലെ കണ്ടതാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് അനുകൂലമായി പല കോണുകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലടക്കം ചില ആളുകളൊക്കെ പിന്തുണയുമായി രംഗത്ത്, പ്രത്യേകിച്ച് തന്ത്രി ഏത് രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ തന്ത്രിയുടെ താന്ത്രിക വിധി പ്രകാരമുള്ള എന്ത് നടപടികളാണ് ഈ കളത്തിലേക്ക് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊളയിലേക്ക് കടന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, മറ്റു കാര്യമായ വാർത്തകളൊന്നും ഇല്ലാത്തൊരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായിട്ട് തന്നെ അത്തരത്തിലുള്ളൊരു ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു ദിവസം തന്നെ സർക്കാരിന് ഒരു ബോണസ് പോയിന്റ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വരികയും മൊത്തത്തിൽ സർക്കാർ രാഹുലിനെ ഈ ഘട്ടത്തിൽ ന്യായീകരിക്കാൻ ഒന്നും പ്രത്യേകമായി ഇല്ല. അങ്ങനെ ന്യായം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നില്ല. അതേസമയം സർക്കാർ സംബന്ധിച്ചൊരു ആശ്വാസമാണ് രാഷ്ട്രീയമായി, അല്ലേ? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഒരു പീഡനക്കേസിൽ പ്രതിപക്ഷത്തിൻ്റെ മുൻനിരയിലുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾക്കിടയിൽ ഇപ്പോഴും രാഹുൽ സ്വീകാര്യനാണ്. ഏറ്റവും അവസാനം രാഹുലിൻ്റെ എനിക്ക് തോന്നുന്നു രാഹുൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന ഫോട്ടോ തന്നെയാണ് രാഹുൽ കുറച്ചുകൂടെ സുന്ദരനായില്ലേ എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ആ ഘട്ടത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും LDF അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗെയിൻ തന്നെയാണ് ഈ കേസ്. UDF ഒക്കെ കൃത്യമായി നോക്കുന്ന അല്ലെങ്കിൽ അമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ കേസിൽ എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കും UDF? രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം പാർട്ടി സ്വീകരിച്ചൊരു നടപടി. പക്ഷേ ആ നടപടി കൊണ്ട് മതിയാകുമായിരുന്നില്ല. രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റിൻ്റെയും AICC അധ്യക്ഷൻ്റെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മെയിലിലേക്ക് ഒരു പരാതി എത്തുന്നു. ആ പരാതിയാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് ഈ KPCC പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ആ പരാതി എത്തിയതിനു ശേഷം ആദ്യ പരാതികളിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ, ആദ്യത്തെ പരാതിയിൽ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയെടുത്തു. പിന്നീട് ഉള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് മുരളീധരൻ അടക്കം ഇന്നും പ്രതികരിച്ചത് അങ്ങനെയാണ്. രാഹുൽ നിലവിൽ കോൺഗ്രസ്സുകാരനല്ല, അപ്പോൾ പിന്നെ ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനുമപ്പുറത്ത് രാഹുൽ MLA ആയി തുടരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ല എങ്കിൽ ഇനിയും കോൺഗ്രസ് ഇതിന് മറുപടി പറയേണ്ടി വരും. ഈ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച, അത് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചതാണെന്നൊക്കെ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയില്ല. അത് സാങ്കേതികമായി സസ്പെൻഡ് ചെയ്തു പുറത്താക്കി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ജനപ്രതിനിധി ഇപ്പോഴും രാഹുൽ തുടരുകയാണ്. കോൺഗ്രസിൻ്റെ സഭയിലെത്തിയാൽ രാഹുൽ ഇരിക്കുന്നത് മാറിയൊരു സീറ്റിലാണെങ്കിൽ പോലും ഇനിയിപ്പോൾ സമ്മേളനം
നടക്കാൻ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം അടക്കം നടക്കാൻ പോകുന്ന സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. ആ സമ്മേളനത്തിൽ ഈ ശബരിമല വിഷയം വെച്ച് ഈ സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുമായിരുന്ന UDF-ന് രാഹുലിൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ കേസ് 2 കേസ് പോലെ അല്ല ഈ കേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സഭയിൽ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. സഭയിൽ പ്രതിരോധത്തിലാകും, രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകും. പക്ഷേ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കോൺഗ്രസ് ബ്ലോക്കിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന രാഷ്ട്രീയമായ വിശദീകരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മറ്റേത് പാർട്ടി ചെയ്തു, നേരത്തെ ഇത്തരം ആരോപണങ്ങൾ വരുന്ന കേസുണ്ടായ ആളുകൾ അവർ കുറ്റവാളി എന്ന് കോടതി തെളിയിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ നടപടിയെടുക്കാം എന്ന വിശദീകരണമൊക്കെ പലപ്പോഴും വന്നല്ലോ എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്തു എന്ന വിശദീകരണം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ അറസ്റ്റോടുകൂടി ഈ കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ, അതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ ഗൗരവം കുറെ കൂടി വർദ്ധിക്കുകയാണ്.